നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ ഭീകരവാദി നേതാവ് ഷെയ്ൻ ഷഹീദിന്റെ കിടപ്പുമുറിയിൽ നിന്ന് 18 ലക്ഷം രൂപ കണ്ടെടുത്ത അന്വേഷണ ഏജൻസി. അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് അനുവദിച്ച 22-ാം മുറിയിൽ നിന്നായിരുന്നു കാശ് കണ്ടെടുത്തത്. വ്യാഴാഴ്ച അന്വേഷണ ഏജൻസി അവരെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ച മൊഴിയെടുത്തിരുന്നു. അവർ പഠിച്ച ക്ലാസ്, ക്യാബിൻ എന്നിവിടങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെടുത്തത്. ഇത്രയും വലിയ തുക എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ NIA. അതിനിടെ ഷെയ്ൻ ഷഹീദ്, മൊസമ്മിൽ ഷക്കീൽ, അഹമ്മദ് റാത്തർ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും എത്തിക്കുന്നതിനുമായി ഷെയ്ൻ ഷഹീദും മൊസമ്മിൽ ഷക്കീദും ചേർന്ന് മാരുതി സുസുക്കി ബ്രസ്സ വാങ്ങിയിരുന്നു. പൂർണ്ണമായി ഇവർ വാങ്ങിക്കൂട്ടിയ 32 കാറുകളിൽ ഒന്നായിരുന്നു ഇത്. സെപ്റ്റംബർ 25-ന് ഷോറൂമിന് മുന്നിൽ നിന്ന് ഷെയ്ൻ ഷഹീദും മൊസമ്മിൽ ഷക്കീദും ചേർന്ന് എടുത്ത ഫോട്ടോ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ഇരുവരും വിവാഹിതരാണ്. അൽഫല യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് കാശ്മീരി ഡോക്ടറായ ഷെയ്ൻ ഷഹീദും മൊസമ്മിൽ ഷക്കീലും പരിചയപ്പെടുന്നത്. UP സ്വദേശിനിയാണ് ഷെയ്ൻ ഷഹീദ്. അൽഫല യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള പള്ളിയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഭീകരവാദികൾ വിവാഹത്തിലേക്ക് എത്തിയത്. ഇതിനിടയിലാണ് അവർ വിദ്യാർത്ഥി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുന്നതും ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും. മൊസമ്മിൽ ഷക്കീലാണ് ഇവരെ ഭീകരവാദികളുമായി ബന്ധപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷെയ്ൻ ഷഹീദിന്റെ ആദ്യ 2 വിവാഹവും പരാജയപ്പെട്ടിരുന്നു. മൂന്നാമത്തെ വിവാഹമായിരുന്നു 46-കാരിയായ ഷെയ്ൻ ഷഹീദിന് മൊസമ്മിൽ ഷക്കീലുമായി നടന്നത്. UP സ്വദേശിയായ ഇവർ പഠനത്തിൽ വളരെ മിടുക്ക് കാട്ടിയിരുന്നതായും ഫാർമക്കോളജിയിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്തിരുന്നതുമായാണ് അറിയാൻ കഴിഞ്ഞത്. ഷെയ്ൻ ഷഹീദിന്റെ പിതാവ് സയ്യദ് അഹമ്മദ് അൻസാരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. 2003-ൽ നേത്രരോഗ വിദഗ്ധനായിരുന്ന ഹയാത്തുമായായിരുന്നു ഷഹീദിന്റെ ആദ്യ വിവാഹം. എന്നാൽ 2012 അവസാനത്തോടെ ഇവർ വിവാഹം മോചിതരായി. ഷെയ്ൻ ഷഹീദിന് വിദേശത്ത് പറക്കണമെന്നും ആർഭാട ജീവിതം നയിക്കണമെന്നുമുള്ള ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഷെയ്ൻ ഷഹീദ് ഭീകരവാദത്തിലേക്ക് എത്തിപ്പെട്ട് എന്ന് വിശ്വസിക്കാൻ ആയില്ല എന്ന മുൻ ഭർത്താവ് പ്രതികരിച്ചു. വിവാഹ മോചനത്തിന് ശേഷം കാലങ്ങളോളം ഇവരെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ലായിരുന്നു. 2021-ൽ മറ്റൊരു തുണി വ്യാപാരിയുമായി ഇവരുടെ വിവാഹം നടന്നുവെങ്കിലും ഇതും അധിക നാൾ നീണ്ടു നിന്നില്ല എന്നാണ് അത് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷമാണ് അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇവർ എത്തുന്നതും അൽഫല യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഇവരുടെ ജൂനിയർ ആയിരുന്ന മൊസമ്മിൽ ഷക്കീലുമായി അടുക്കുന്നതും വിവാഹത്തിൽ ഏർപ്പെടുന്നതും. മൊസമ്മിൽ ഷക്കീലാണ് ഷെയ്ൻ ഷഹീദിനെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തുന്നതെന്നാണ് നിലവിലെ റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഷെയ്ൻ ഷഹീദ്. ഇവർ വലിയ രീതിയിൽ വിദ്യാർത്ഥി റിക്രൂട്ട്മെന്റുകൾ നടത്തിയതായും അവർക്ക് പരിശീലനം നൽകുന്നതായും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. തന്റെ മെഡിക്കൽ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഷെയ്ൻ ഷഹീദ് കാശ്മീർ, ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുകയും ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ സമാഹരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കുന്നതിനും മറ്റും ഇവർ ഈ ഐഡന്റിറ്റി കാർഡ് വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവർ വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അയക്കുന്നതിലും സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകന്റെ സഹോദരി സാദിയയുടെ നേതൃത്വത്തിലുള്ള ജമായത്ത് മോമിനത്തിന്റെ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ ചുമതലയാണ് ഷെയ്ൻ ഷഹീദിന് ഉണ്ടായിരുന്നത്. 5 ഭീകരവാദി ഡോക്ടർ ഉൾപ്പെടുത്തുന്ന ഒരു സംഘത്തെയും ഇവർ നയിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട്. നിലവിൽ ഷെയ്ൻ ഷഹീദിന്റെയും മൊസമ്മിൽ ഷക്കീദിന്റെയും ഡോക്ടർ ഐഡന്റിറ്റി കാർഡ് നഷ്ടമായിരിക്കുകയാണ്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഗൂഢാലോചനകളാണ് ഇവർ നടത്തി വന്നത്. മൊസമ്മിൽ ഷക്കീലിനുമായുള്ള ബന്ധമാണ് ഇവരെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുചെന്നാക്കിയതെന്ന് മുൻ സൂചിപ്പിച്ചതുപോലെ നിരവധി പേരെയാണ് മൊസമ്മിൽ ഷക്കീൽ ടാർഗറ്റ് ചെയ്യുന്നിരുന്നെന്നും മറ്റ് ആൾക്കാരെ ഭീകരവാദത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രണയം മറയാക്കിയിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഡോക്ടർമാരുടെ ചെറു സംഘങ്ങൾ രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സ്ഫോടന പദ്ധതികളൊക്കെ ഇവർ ആദ്യമേ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇവരെ അടിമുടി പൂട്ടും NIA എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.